പരസാപ്പോയി ഇപ്പം നല്ല രീതിക്ക് പഴുത്തിട്ടുണ്ട്. അപ്പോൾ സീഡ്സ് വേണമെന്നുള്ളവർക്ക് ചോദിക്കാം, ഇപ്പം അയച്ചു തരാൻ പറ്റും. ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തരാം, കൊറിയർ ചാർജ് മാത്രം തന്നാൽ മതി. നല്ല സൈസുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, എൻ്റെ ഒരു വലിയ തക്കാളിയുടെ സൈസിന്, ഒരു തക്കാളിയെക്കാട്ടിയും വലിയ സൈസാണ്, നല്ല സൈസുണ്ട്. ഓക്കെ, അപ്പം ഇത് ഞാൻ പ്ലാന്റ് കാണിച്ചു തരാം. ഇതാണ് പ്ലാന്റ്. ഒരു ഫ്രൂട്ടും കൂടെ ഉണ്ട്. അത് അത്ര വലുതല്ല, പക്ഷേ മറ്റൊരു വലുതായിരുന്നു. ഇതാണ് പ്ലാന്റ്. ഒരു ചെറിയ ഫ്രൂട്ട് ഇവിടെ ഉണ്ട്, അത് നല്ല പഴുത്ത് പഴുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ജ്യൂസ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ടൊരു പീസാക്കിയിട്ടുണ്ട്. അകത്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകം ഭാഗം. നല്ല ഫ്ലഷുണ്ട്. കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല നീരൊക്കെ ഒലിക്കുന്നുണ്ടായിരുന്നു. ജ്യൂസ് അടിച്ചിട്ട് നോക്കാം. സീഡ്സൊക്കെ ഉണ്ട്, അതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ജ്യൂസ് അടിക്കാനുള്ളത്. അപ്പോൾ സീഡ് വേണമെന്നുള്ളവർ ഉടനെ മെസ്സേജ് അയക്കി. കുറച്ച് സീഡ്സേ ഉള്ളൂ, ബാക്കി വീണ്ടും ഫ്രൂട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം സീഡ്സ് ഞാൻ എന്തായാലും അയച്ചു തരും. അയക്കുന്നവരെ പേര് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ച് ഞാൻ കൊറിയർ അയച്ച് എപ്പോഴത്തെ പോലെ തന്നെ ഞാൻ കുറച്ച് ഡിലേ ആയാലും സീഡ് വരുന്നതനുസരിച്ച് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ജ്യൂസ് അടിച്ച് കുടിച്ചായിരുന്നു. നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു വെൽക്കം ഡ്രിങ്കായിട്ട് കൊടുക്കാൻ നമുക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു ഫ്ലഷ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഈ ഒരു വെള്ളത്തിന് നല്ലൊരു കട്ടിയുണ്ട്, ഈ ഒരു ജ്യൂസിന്, ആ ഒരു പൾപ്പിന്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു 5 സീഡ്സ് കിട്ടിയിട്ടുണ്ട്. വേറെ കുറച്ച് ഫ്രൂട്ട്സ് പറിക്കാനുണ്ട്, അതും കൂടെ. അപ്പോൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ സീഡ്സ് അയച്ചു തരാം. താങ്ക് യു.